പ്രിയമുള്ള സുഹൃത്തുക്കളെ, തമിഴില് ഒരു ചൊല്ലുണ്ട്. ചുമ്മാ ഇരുന്ന ശങ്കை ഊതിക്കെടുത്താൻ ആണ്ടി. ഒരു ശംഖ് ഊതാനുള്ള ഒരു ശംഖ് അവിടെ ഇരുന്നപ്പോൾ ആണ്ടി എന്ന ആൾക്ക് അതെടുത്ത് ഊതാനായിട്ട് മോഹം. ശംഖൂതാൻ അറിയാത്ത ആളാണ് ഈ ആണ്ടി. ചുരുക്കി പറഞ്ഞാൽ ശംഖങ്ങ് കേടായി. അതാണ് ചുമ്മാ ഇരുന്ന ശങ്കை ഊതിക്കെടുത്താൻ ആണ്ടി. നമ്മുടെ ബാസിൽ അബ്ദുള്ളയുടെ ഈ ഇടയ്ക്കുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ ആണ്ടിയെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഊതാൻ അറിയാത്ത ആണ്ടി. ഞാനിത് പറയാൻ കാരണം അൺമാസ്കിംഗ് അനോമലീസ് അവര് ഒരു ആയത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു പ്രഭാഷണം വിമർശനാത്മകമായി ഇട്ടിട്ടുണ്ട്. പല നിരീശ്വരവാദികളും യുക്തിവാദികളും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും പറയുന്ന സൂറത്തുൽ തൗബയിലും സൂറത്തുൽ ബക്കറയിലുമുള്ള ചില ആയത്ത് മറ്റു വിശ്വാസികളെ കണ്ടാൽ അവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്ന അർത്ഥം വരുന്ന ആയത്താണ്. ഇതിന് ഒരുപാട് ചരിത്രപരമായ പശ്ചാത്തലമുണ്ടാകാം, ന്യായീകരണമുണ്ടാകാം. അതൊക്കെ തള്ളിക്കളയാനാവില്ല. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളു വരെ, അതായത് ലോക അവസാനം വരെ മുസ്ലിം വിശ്വാസികൾ സ്വജീവിതത്തിൽ പകർത്തേണ്ട നിർദ്ദേശങ്ങളും തത്വങ്ങളും മാർഗരേഖയുമാണെങ്കിൽ ഈ വിശ്വാസി ഇതിനെ പഠിച്ചുകൊണ്ട് കഥ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഒരായത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം, എങ്കിലേ അതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ. സൂറത്തുൽ തൗബയിൽ സൂറത്തുൽ ബക്കറയിൽ 193 ആയത്തിൽ പറയുന്നത്, ഫിത്ന അവസാനിക്കുകയും ആരാധന അള്ളാഹുവിന് മാത്രം ആകുന്നതുവരെയും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്താ ഈ ഫിത്ന? ഫിത്ന എന്ന് വെച്ചാൽ മറ്റു ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈ വയറിളക്കം പിടിപെട്ടാൽ കക്കൂസ് തേടി ഓടുന്നത് പോലെയാണ് ഈ അള്ളാഹുവിന് മറ്റു ദൈവങ്ങളെ ആരാധിച്ചാലുള്ള വയറിളക്കം. ഭയങ്കര പ്രയാസമാണ് പുള്ളിക്ക്. അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലവും കഥകളുമൊക്കെ മെനഞ്ഞെടുത്തും അല്ലാതെയും ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഇന്നത്തെ മുസ്ലിങ്ങളൊന്നും ഇവയൊന്നും വകയ്ക്കെടുക്കാറില്ല. പ്രത്യേകിച്ച് ഈ സൂറത്തിൽ തൗബയിലും ബക്കറയിലുമുള്ള യുദ്ധ ആഹ്വാനങ്ങളുടെ ആയത്തുകൾ പുല്ലുവില കൽപ്പിക്കുന്നവരാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ. കാരണം ഇന്നത്തെ നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ സമാധാന കാംക്ഷികളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. നന്നായി സുഖമായി അന്യന് ദോഷം വരാത്ത രീതിയിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്യമവും ആഗ്രഹവും പ്രവർത്തനവും. ഇതിൽ നിന്നും വിഭിന്നമായ കുറെ ബോധ നിലവാരമുള്ള ആളുകൾ എന്നും സമൂഹത്തിലുണ്ടാകും. ചില ആളുകളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ അതിശയം തോന്നും. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തെങ്ങിലെ തേങ്ങ, ഒരു മാവിലെ മാങ്ങ, പ്ലാവിലെ ചക്കകൾ വിവിധ തരത്തിലും രൂപത്തിലും രുചിയിലും ഒക്കെ ആയിരിക്കുന്നത് പോലെ മനുഷ്യന്റെ മസ്തിഷ്കവും വിഭിന്ന രീതിയിലാണ്. അതിനകത്തുള്ള വയറിങ്ങും ഇലക്ട്രോണിക് പൾസുകളും അവനെ പല വിധത്തിലും ചിന്തിപ്പിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യുദ്ധാഹ്വാന ആയത്തുകൾ, സ്വേർഡ് വേർഡ്സ് എന്ന് പറയും, ഇതൊന്നും ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ പരിഗണനയിലോ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട കാര്യമായിട്ടൊന്നും കരുതാതെ അവനവൻ്റെ ജോലി ചെയ്തിട്ട് പറ്റുമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ചും പറ്റുമൊക്കെ അവനങ്ങ് ജീവിച്ച് തീർക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ മസ്തിഷ്ക വയറിങ്ങിൽ
സാരമായ കുഴപ്പം, നമുക്കതിനെ കുഴപ്പമെന്ന് വിളിക്കാം. കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമല്ല, അങ്ങനെയാണത്. ഈ പേട്ട് തേങ്ങ പോലെ, തേങ്ങ ചുക്കി ചുരുണ്ട് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നത്. നമുക്ക് തൽക്കാലം അതിനെ കുഴപ്പമെന്ന് വിളിക്കാം. ഈ കുഴപ്പം പിടിച്ച മസ്തിഷ്കം എല്ലാ വിഭാഗത്തിലുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 3-4 പഴങ്കഥകൾ തന്നെ ഞാൻ പറയാം. നമ്മുടെ ഗാന്ധിജി പോരായ്മകളും പ്രശ്നങ്ങളും നിരവധി ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്ര വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിപ്പോകും പല കാര്യങ്ങളിലും. നവഖാലിയിൽ പോയിട്ട് ശണ്ട കൂടുന്നവരുടെ ഇടയ്ക്കിൽ നിരാഹാരമിരിക്കാൻ കാണിച്ച സന്മനസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ഗോഡ്സെ എന്ന കാപാലികൻ അദ്ദേഹത്തിനെ വണങ്ങുന്നു എന്ന വ്യാജേന ആ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് നിങ്ങൾ നോക്കൂ. ഇയാളുടെ പ്രേരക ശക്തി എന്തായിരിക്കും? അപ്പോൾ തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും തൻ്റെ മതത്തിനും വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്കിവിടെ ജീവിക്കാൻ അർഹതയില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ആ പാവം മനുഷ്യനെ അയാൾ കാലപുരിയിലേക്ക് അയച്ചു. അങ്ങനെ 100 ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം സെപ്റ്റംബർ 11 ആ ഒരു കഥ, വല്ലാത്ത കഥ, ഏഷ്യാനെറ്റിൽ ഞാൻ കേട്ടു, ഇന്നാണ് കേട്ടത്. അതിൽ ഒസാമ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ 10,000-3000 ആളുകൾ മരിച്ചു. കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടായി. 10,000 കണക്കിന് ആളുകളുടെ ജീവിത രീതികൾ മാറി മറിഞ്ഞു. അന്യായമായ ദ്രോഹകരമായ ഒരു അറ്റാക്കായിരുന്നു അത്. ഇത് വളരെ പ്രീ പ്ലാൻഡാണ്. അതിൽ പങ്കെടുത്തത് 1-2-3 പേരല്ല. വിമാനങ്ങളിൽ കയറി അവയെ റാഞ്ചിയെടുത്ത് ഈ ഇരട്ട ടവറിൻ്റെ മുകളിൽ കൊണ്ടിടിച്ച് സ്വയം മരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൊല്ലുക. ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ആഹ്വാനത്തിൻ്റെ പിറകിൽ ഇമാതിരി ആയത്തുകളുടെ സ്വാധീനം വല്ലാണ്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക. എല്ലാവരും ഉസാമ ബിൻ ലാദനല്ല, എല്ലാവരും നമ്മുടെ ഗോഡ്സെ അല്ല. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉള്ളവർക്ക് ഉതകുന്ന രീതിയിലാണ് ഈ സൂറത്തുൽ തൗബയിലും സൂറത്തുൽ ബഖറയിൽ ഉള്ള ആയത്തുകൾ നിലനിൽക്കുന്നത്. ഇതൊക്കെ നിലനിർത്തണമോ എന്നുള്ള കാര്യം മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനിയുള്ള കാലമെങ്കിലും ഇത്തരം ആയത്തുകളൊക്കെ ഇത് പഴങ്കഥകളാണെന്നും ഇതിൽ കഥയില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു രീതിയിലേക്ക് ആളുകൾ പോയില്ലെങ്കിൽ ഒസാമ ബിൻ ലാദൻ ഉണ്ടാകും. അപ്പം ഈ വിമാനത്തെ റാഞ്ചാൻ വേണ്ടിയിട്ട് അതിനെ പറപ്പിക്കാൻ ത്രാണിയുള്ള പൈലറ്റുമാരെ അന്വേഷിച്ചു പോയപ്പോൾ അവർക്ക് നിസ്സാരമായി 6-7 പേരെ കിട്ടി. അങ്ങനെ ഇത്തരം ആഹ്വാനങ്ങൾ മനുഷ്യ മനസ്സിലെ മലിനമാക്കാൻ തക്ക രീതിയിലുള്ള ഇങ്ങനെ മത ആഹ്വാനങ്ങൾ വളരെ നിസ്സാരമായ ആളുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, സ്വാധീനിക്കുമ്പോൾ ഒരുപാട് പേരുടെ ജീവഹാനിക്ക് അത് ഇരയായിത്തീരും. നമ്മുടെ ജോസഫ് മാഷിൻ്റെ കേരളത്തിൽ തന്നെ കൈവെട്ടിയ സംഭവം നിങ്ങൾ നോക്കും. ഇത് ഇത്തരം ഖുർആനിക ആയത്തുകളുടെ സ്വാധീനം ഇല്ല എന്ന് പറയാൻ നമുക്ക് ആവില്ല. നമ്മൾ ഇതൊക്കെ പറയാൻ കാരണം ബാസിലും കൂട്ടരൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആയത്തുകളുടെ ന്യായീകരണങ്ങൾ തന്നെ ഇവരുടെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമാകുന്നുണ്ട്. എൻ്റെ കണക്കുകൂട്ടലിൽ ബാസിൽ അബ്ദുള്ളയും കൂട്ടരും ഇതൊക്കെ ചെയ്യുന്നത് മതം വളർത്താനോ മതത്തെ പിടിച്ചു നിർത്താനോ ഒന്നുമല്ലെന്നാണ് ഞാൻ കരുതുന്നത്. പരിണാമപരമായി തന്നെ എന്താ പറയുക, അംഗീകാരം മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം മുജാഹിദ് വിഭാഗത്തിൽ ഏറ്റവും ഉയർന്നു വരുന്ന ഒരു നേതാവാണ് ബാസിൽ അബ്ദുള്ള. ശക്തമായ മത്സരം അവരുടെ ഇടയ്ക്കുണ്ട്. അത് ബാസിൽ അബ്ദുള്ള എന്നോട് സ്വകാര്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം വേണമെങ്കിൽ ഞാൻ കള്ളം പറയുന്നു എന്ന് കള്ളം പറയണം. കള്ളം പറയാനും വളച്ചൊടിക്കാനും യാതൊരു മടിയുമില്ലാത്ത ബഹുമാന്യ വ്യക്തിയാണ് ബാസിൽ അബ്ദുള്ള.
ഇവരൊക്കെ ഈ പണി ചെയ്യുന്നത് കൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ഇത്തരം കഥകളുടെ പിന്നിൽ പോയി അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് നിർബന്ധിതരാകുന്നു എന്നുള്ള ഒരവസ്ഥ. എന്തായാലും ഇത്തരം ഉദ്യമങ്ങൾ അവർ തുടരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെയും ഇന്ത്യയിലും പരിസ്ഥിതിയിൽ, രാഷ്ട്രീയ പരിസ്ഥിതിയിൽ മുസ്ലിം ജനസാമാന്യത്തെ അന്യവൽക്കരിക്കാനൊക്കെ ഇതൊക്കെ അങ്ങേയറ്റം ഉതകുമെന്ന ഒരു സമൂഹ സ്നേഹമെങ്കിലും ഒരു സമുദായ സ്നേഹമെങ്കിലും അവർക്ക് പ്രകടിപ്പിക്കാൻ ഒക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം പല നിരീശ്വരവാദികളും യുക്തിവാദികളും സംഘപരിവാറുമായി ചേർന്ന് അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നടത്തുമ്പോൾ നമ്മൾ അവരെ വിമർശിക്കുന്നു. കാരണം ഒരു സൈഡ് ചെയ്യപ്പെടുന്ന ഒരു ജനവിഭാഗം, അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്ന ധാരണ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെയാണ് ന്യായീകരണ തൊഴിലാളികളായി വരുന്നവരും ഇത്തരം വർത്തമാനം പറയാൻ പലരെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവരെ പീഡിപ്പിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന മഹാ അപരാധത്തിൽ നിന്ന് ബാസിൽ അബ്ദുല്ല പോലുള്ള ആളുകൾക്ക് മുക്തി നേടാൻ സാധ്യമല്ല. സ്വകാര്യ ലാഭത്തിനു വേണ്ടി തന്നെ, അല്ലെങ്കിൽ മതത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ട് എന്ന് കരുതിക്കൊള്ളു ചെയ്യുന്ന ഈ പ്രവൃത്തി അത്യന്തം വേദനാജനകവും അവര് ഇഷ്ടപ്പെടുന്നു എന്ന വ്യാജേന പ്രചരിപ്പിക്കുന്ന സമൂഹത്തോടുള്ള ഏറ്റവും ദ്രോഹകരമായ നടപടി എന്ന് പറയാതിരിക്കാൻ ആവില്ല. അപ്പം ഡിസംബർ 6 ബാബറി മസ്ജിദ് ധ്വംസനം, ഇടിച്ചു വീഴ്ത്തൽ, ഒരു കൂട്ടം ആളുകൾ അക്രമാസക്തരായി ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഒരു ആരാധനാലയം ഒരു പഴങ്കഥയുടെ പേരിൽ അക്രമം നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ എമ്പാടും ഇളക്കിവിട്ട വർഗീയ കലാപങ്ങളുടെ കഥ തീരാവേദനയായി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ കഥയ്ക്ക് പിന്നിലുള്ള കഥകൾ എന്താണ്? ഇത്തരം മത ആഹ്വാനങ്ങളും മതപ്രബോധനങ്ങളും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ സൂറത്തുൽ ബഖറയിലും തൗബയിലും ഉൾപ്പെടെയുള്ള യുദ്ധ ആഹ്വാനങ്ങളുടെ ആയത്തുകൾ ഇറങ്ങിയ ദേശം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എത്ര നിരപരാധികളാണ് കൊന്നൊടുക്കപ്പെട്ടത്. സൽമാൻ റഷ്ദി കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകളും കഥകളും നീണ്ടു പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇത്തരം ആയത്തുകളൊക്കെ വളരെ അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ തന്നെയാണ്. അനുകൂല സാഹചര്യത്തിൽ അത് പൊട്ടി വല്ലാതെ വേദന ജനസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, അത് പറയാതിരിക്കാൻ എനിക്കാവില്ല, എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല പറയാതിരിക്കാൻ. കാരണം ലോകമാസകമുള്ള മുസ്ലിങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുത്വവാദികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിസ്റ്റുകളുടെ അളിയന്മാരായ അവരോട് പറയാനുള്ളത്, സാധാരണ മുസ്ലിങ്ങളെ നിങ്ങൾ വെറുതെ വിടുക, അവരെ ദ്രോഹിക്കരുത്. ജീവിതത്തെ രണ്ടറ്റവും മുട്ടിക്കാനായിട്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് അതീവ കഷ്ടത്തിലുള്ള അവർ. അത് നിങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ ഈ രാജ്യത്തിന് നന്ന് എന്നാണ് എനിക്ക് പറയാൻ. ഇപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ്, IS, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, പാകിസ്ഥാനിലെ തരീഖത്തെ ഇസ്ലാമി, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഘടനകൾ ഇത്തരം ആയത്തുകളിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കലാപത്തിനു വേണ്ടി തന്നെ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഈ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രന്ഥങ്ങൾ മനുഷ്യ സമാധാനത്തിന് കേടും ഭംഗവും വരുത്തി അങ്ങനെ നമ്മെ പീഡിപ്പിക്കുന്ന ഭീമത്സമായ ഒരു വാളായിട്ട് തന്നെ തുടരുമ്പോൾ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് നശിച്ചു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും സമാധാനത്തോട് പ്രേമമുള്ളത് കൊണ്ടും സമാധാനമായി ജീവിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിന് തടയിടുന്നത് കൊണ്ടാണ്. അല്ലാതെ നമുക്ക് അവയോട് വിരോധമുണ്ടായിട്ടല്ല. നമ്മളെ യുവൽ നോവ ഹരാരിയോട് ഈ ഇടയ്ക്ക് ഒരു പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു. എങ്ങനെ? 2 തരം കഥകളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് ജീവിക്കുന്നവർ രമ്യമായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നത്തെ
വലിച്ചു നീട്ടി തമ്മിൽ തലകീറി 30-30,000 ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് രണ്ടു കഥകളിൽ അഭിരമിക്കുന്നവരാണ്, മതകഥകളിൽ. ഇപ്പം ബാബറി മസ്ജിദ് തകർത്തപ്പോൾ രാമന്റെ ജന്മഭൂമി എന്ന കഥ വെറും കഥ, കെട്ടുകഥ. ജവഹർലാൽ നെഹ്റു സരയൂ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞ വിഗ്രഹമായിരുന്നു രാമന്റെ. അദ്ദേഹത്തിന് അറിയാം രാമൻ ഇല്ല. ഗാന്ധിജിയുടെ രാമൻ നമുക്ക് ഇഷ്ടമാണ്, രമിപ്പിക്കുന്നവൻ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ. പക്ഷെ ഗ്രന്ഥത്തിലെ രാമൻ അങ്ങനെയല്ല, അതങ്ങനെ ആവില്ല. കാര്യം ഒരു 10-100 നൂറ്റാണ്ടിനങ്ങേയുള്ള കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ സമാധാനം മനുഷ്യ ജീവിതത്തിൽ അന്യമായിരുന്നു. അശോക ചക്രവർത്തി യുദ്ധം കണ്ടിട്ട് വേദനിച്ചുവെങ്കിൽ യുദ്ധങ്ങളുടെ കൊടുമ്പിരി കണ്ട കാലഘട്ടങ്ങളായിരുന്നു. 1445 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോത്ര സമൂഹത്തിൽ അറിവോ വിവേകമോ ചിന്താശേഷിയോ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ പിറന്നു വീണ് ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. അയാളെ ഒരു പോരായ്മയുള്ള ആളായിട്ട് നമ്മൾ കാണുന്നില്ല. അയാളെ മാതൃകയായി കാണാൻ പറ്റില്ല എന്നാണ് ശക്തമായി നമ്മൾ വാദിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അങ്ങനെയുള്ള ആ കഥകളിൽ, കെട്ടുകഥകളിൽ അഭിരമിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവനെ കുത്തിമലർത്താൻ ഇറങ്ങി പുറപ്പെട്ടാൽ സമാധാനം ലോകത്ത് ഉണ്ടാവില്ല. ഇപ്പം ടെററിസം ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് എന്ന് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്നതായി കാണുന്നു. ഇത് പല ഘട്ടങ്ങളിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ കൂടും. പക്ഷേ പൊതുവിൽ സമാധാനത്തെ ആഗ്രഹിക്കുന്നവരായി ജനത്തിൻ്റെ ചിന്താരീതിയും പ്രവർത്തനവും ആഗ്രഹവും ഒക്കെ മാറി മാറി വരുന്ന ഒരു സുവർണ അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധങ്ങൾ താരതമ്യേന കുറവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ ബാസിൽ അബ്ദുല്ല ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് മെക്കിട്ട് കയറിയിട്ട് ഇസ്രയേൽ യുദ്ധത്തെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. അപവാദങ്ങൾ എപ്പോഴും ഉണ്ടാകും. ലോക മുസ്ലിങ്ങൾ ഈ 2:193 ഉൾക്കൊണ്ടുകൊണ്ട് വാളെടുത്ത് വിഗ്രഹ ആരാധനക്കാരോട് യുദ്ധം ചെയ്യാൻ പോവില്ലടോ ബാസിലെ. അവർ സമാധാനത്തെ ആഗ്രഹിക്കുന്നവരാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കാനായി പെടാപാടുപെടുന്നവരാണ്. അവരെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയാൻ. അതായത് ജിഹാദ് ഫി സബീൽ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് ഈ മുദ്രാവാക്യങ്ങളുടെ, ഈ ആയത്തുകളുടെ ആകത്തുക എന്നുള്ളത്. ഈ തൗബ എന്ന സൂറയുണ്ടല്ലോ, 9ാമത്തെ സൂറ, അത് മുഴുക്കെ ഏകദേശമൊക്കെ ഇത്തരം ആയത്തുകളുടെ ഒരു കൂമ്പാരമാണത്. അന്യമത വിദ്വേഷം, അന്യദ്രോഹം, അടുത്തവനെ അന്യനായി കണ്ടുകൊണ്ട് അവനോട് ആഹ്വാനം ചെയ്യുന്ന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളായിരിക്കാം അത്. തമ്മിൽ തല്ലി തലകീറി ഗോത്രവർഗമായി തന്നെ കഴിഞ്ഞുകൂടിയ ആ വിഭാഗങ്ങളുടെ ഒരു ചരിത്രത്തെ അങ്ങനെ അടർത്തിയെടുത്തു കൊണ്ടുവന്ന് ഇന്നിൽ പ്രതിഷ്ഠിച്ച് ഇതിനെ വല്ലാതെ പൊക്കിഷം കൊടുത്ത് വലിയ മഹാത്മ്യം നൽകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കളവാണ്, വഞ്ചനയാണ്, ചതിയാണ്, അതിലുപരി സമൂഹദ്രോഹമാണത്. ഒരു യുദ്ധവെറിയൻ, ഒരു കൊള്ളക്കാരൻ, ഒരു സാധാരണ മനുഷ്യൻ, അറിവില്ലാത്ത മനുഷ്യൻ, ആ കാലഘട്ടത്തിൻ്റെ തടവറയിലെ സന്തതി, അയാളെ പുണ്യപുരുഷനാക്കി കൊണ്ടുവന്ന് അയാൾ ചെയ്ത അന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം അയാളുടെ മലവും മൂത്രവും വരെ പുണ്യമെന്ന് ലജ്ജയില്ലാതെ പറയുന്ന ഉസ്താദന്മാർ. എന്തു ബോഷ്കത്തരമാണ് ഒരാളുടെ മൂത്രം കുടിയന്മാരുണ്ട്, മൊറാർജി ദേശായി ഉൾപ്പെടെ ആരായാലും. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ സെറ്റിൻ്റെ കുഴപ്പമാണ്. കുഴപ്പമാണോ? കുഴപ്പമാണ്. കാര്യം സമാധാനത്തിനും ആരോഗ്യത്തിനും കുഴപ്പമുണ്ടാക്കുമെങ്കിൽ അതൊക്കെ കുഴപ്പം തന്നെയാണ്. അപ്പൊ സൂറത്തിൽ തൗബ ഇത്തരം എന്താ പറയുക, യുദ്ധ ആഹ്വാനങ്ങളുടെ ഒരു കൊടുമ്പിരി കേന്ദ്രമാണ്. അതായത് അത്യുഗ്ര ബോംബുകളുടെ ഒരു കലവറയാണ്.
ഒരുപാടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ നേരം വെളുക്കുവോളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ചിലത് മാത്രം, 2-3 മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ തൗബയിലെ 29-ാമത്തെ ആയത്ത്, വേദക്കാരിൽ അള്ളാഹുവിനെയും ദൂതനെയും നിഷിദ്ധമാക്കിയവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇതിൻ്റെ ചരിത്ര വസ്തുത പറയുമ്പോൾ നബി മക്കയില് മദീനയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ കുറേ അറബികളെയൊക്കെ മുസ്ലിങ്ങളാക്കി. ഇനി ബാക്കിയുള്ളത് വേദക്കാരാണ്. വേദക്കാരെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ. അവരോട് മതത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്ന യുദ്ധ ആഹ്വാനത്തിൻ്റെ വളരെ കൃത്യമായി പറയുന്നു, വേദക്കാരിൽ അള്ളാഹുവിനെയും ദൂതനെയും നിഷിദ്ധമാക്കിയവരുമായി യുദ്ധം ചെയ്യുക. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് പറയാനാവുക? കള്ളക്കഥകൾ, ഇല്ലാക്കഥകൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? അത് അന്നിൻ്റെ സമ്പ്രദായം. അർജുനനോട് കൃഷ്ണൻ ഉപദേശിച്ച ഉപദേശം കഥയാണെങ്കിലും ആ കഥയിലെ പൊരുൾ നിങ്ങൾ നോക്കൂ. അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിയാണ്. ചരിത്ര കഥകൾ ഉണ്ടാകുന്നത് ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പം ഇന്നത്തെ സിനിമ നോക്കുമ്പോൾ നമ്മൾ ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്ന സിനിമ എപ്പോഴാണ് വന്നത്? മൊബൈൽ ഉപയോഗിക്കുന്ന കഥാനായകന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കഥാനായകനും കഥാനായികയും ഉണ്ടാകുന്നത്. അതില്ലാത്തപ്പോഴോ ടെലഫോൺ ഇല്ലാത്തപ്പോഴോ മറ്റു രീതിയിൽ ഒരു കഥ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ നേർക്ക് പിടിച്ച ഒരു കണ്ണാടി കൂടെയാണ്. അതുകൊണ്ട് അന്നത്തെ ആ കണ്ണാടിയിൽ ഒരുപാട് ചോര പുരണ്ട നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും നീതികേടാണ്, നെറികേടാണ്. അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ബാസിൽ അബ്ദുല്ല പോലുള്ള ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഈർഷ്യ തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ, ആ പാഗൻ അറബികൾ സ്വീകരിച്ച മതത്തെ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 9:29. പിന്നെ 9-ൽ തന്നെ 111-ാമത്തെ വാക്ക്, വിശ്വാസിയുടെ ദേഹവും ധനവും അള്ളാഹുവിന് സ്വർഗത്തിന് പരകമായി വിലക്കി കൊടുക്കുക. ഇവിടെ സ്വർഗത്തെ കാട്ടിക്കൊണ്ട് ഒരു മനുഷ്യന്റെ സ്വത്തിനെയും ജീവനെയും അള്ളാഹു വിലക്കെടുക്കുക. അള്ളാഹു ആരാ? അങ്ങനെ ഒരു ചക്കര ഇല്ലെന്നേ. അത് കടലാസിൽ എഴുതി നക്കാവുന്ന ചക്കരയാണ്, മധുരിക്കില്ല. ആ എഴുതിയ മഷിയുടെ രുചിയെ നിങ്ങളുടെ നാവിൽ വരും. ഇല്ലാ കഥയാണ്, ഇല്ലാ ചക്കരയാണ്. അത് മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ്, മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കപ്പെട്ട ഒന്നാണെങ്കിൽ 9:5 പുണ്യമാസം കഴിഞ്ഞാൽ വിഗ്രഹ ആരാധകരെ കണ്ടാൽ അവരെ കൊല്ലുക, പതിയിരിക്കുക, വിരോധിക്കുക. ഇതിനെ പിടിച്ചുകൊണ്ടാണ് സാഹചര്യങ്ങളെ വിവരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ന്യായീകരണ തൊഴിലാളികളായ ബാസിൽ കൂട്ടർ അൺമാസ്കിംഗ് അനോമലീസിലൂടെ ഇതൊക്കെ അനോമലീസാണ്. നിങ്ങളത് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ വലിയ വലിയ അനോമലീസാണ്. ഇന്നത്തെ ചിത്രം വെച്ച് നോക്കുമ്പോൾ അന്ന് ശരിയായിരുന്നു, ശരിയാണ്. ഇന്നതിനെ ന്യായീകരിക്കല്ലേ മക്കളെ? വളരെ വളരെ മോശമാണ്, പറയാതിരിക്കാനാവില്ല. അപ്പം ഈ പതിയിരിക്കുക എന്ന വാക്കൊക്കെ ഇസ്ലാം വിരുദ്ധർ, ഇസ്ലാം വിമർശകർ ഉപയോഗിക്കുമ്പോൾ അവരെ തറടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിമർശനം പല രീതിയിലുണ്ടാകും. ഞാനൊക്കെ വിമർശിക്കുമ്പോൾ ശക്തമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും കേരളത്തിലെ മുസ്ലിങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനൊക്കെ വിമർശനം കൊടുത്തുവിടുന്നത്. അവരെ ഒരു തരത്തിലും എൻ്റെ വിമർശനം ബാധിക്കാതിരിക്കാൻ അങ്ങേയറ്റം ഞാൻ ശ്രമിക്കാറുണ്ട്. ആ ശ്രമം യുക്തിവാദികളുടെ ഭാഗത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നു എന്ന ഒരു ഗതികേട് കൂടി എനിക്കിവിടെ പറയാതിരിക്കാൻ ആവില്ല. അപ്പം 8-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ അൽ അൻഫാൽ, ഫിത്ന ഇല്ലാതാവുകയും
വിധേയത്വം അള്ളാഹുവിന് മാത്രം ആകുവരെയും ഈ ധിക്കാരികളോട് യുദ്ധം ചെയ്യുക, സമരം ചെയ്യുക. ഇതിന് സമാനമായിട്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ 193 വാചകം. ഫിത്ന അവസാനിക്കുകയും അള്ളാഹുവിന് മാത്രം ആരാധന ആവും വരെയും അവരുമായി യുദ്ധം ചെയ്യുക. ഇത് തഫ്സീർ ജലൈലാനിയിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് വിവരിച്ചു പറയാം അല്പം, ഒരു മിനിറ്റ് കൊണ്ട്. വേഴ്സസ് 2:193. Another prominent classical commentary, Tafsir al-Jalailan, states that the following regarding this verse. ജലൈലാനിയിൽ ഈ വേഴ്സിനെ കുറിച്ച് താഴെ പറയുന്ന രീതിയിൽ പറയും: ഫൈറ്റ് ദം till there is no sedition, no idolatry and their religion. അതായത് വിഗ്രഹാരാധനയുള്ള മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം അവസാനിക്കും വരെ. ഇതാണ് ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആഹ്വാനം അനുസരിച്ച് ഒരു താലിബാനോ ഒരു ഒസാമ ബിൻ ലാദനോ ഒരു സുഡാപ്പിയോ വാളോ തോക്കോ ബോംബെ എന്തിയാൽ അവൻ്റെ കിറുക്കിന് തീ പിടിപ്പിക്കുന്ന ഒരു ബോംബായിട്ട്, ഒരു നിദാനമായിട്ട് ഇത് വർക്ക് ചെയ്യും. അന്യ മതത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും. ഓരോരുത്തർക്കും ഓരോ കഥകളിൽ അഭിനയിക്കാൻ അവർ പിറന്നു വീണ സാഹചര്യങ്ങൾ അവരെ നിർബന്ധിതരാക്കുമ്പോൾ അല്ലാതെ തിരഞ്ഞെടുക്കുന്നതല്ലല്ലോ. തിരഞ്ഞെടുപ്പൊക്കെ ഇത്ര കേവലം 0.1% പോലും ഇല്ല എന്നാണ് എൻ്റെ ധാരണ. All worship is for God alone, none are worshipped apart from him. ഞാൻ നേരത്തെ പറഞ്ഞു വയറിളക്കത്തിൻ്റെ കേസാണ്. വയറിളക്കം പിടിപെട്ടവന് കക്കൂസ് സ്വർഗം പോലെ തോന്നുന്നത് പോലെ അള്ളാഹുവിന് ഈ ബാക്കിയുള്ള ദൈവങ്ങളെ ആരാധിച്ചാലുള്ള, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, അള്ളാഹു ദൈവം തന്നെ നമുക്ക് അംഗീകരിക്കും ഒരു വാദത്തിന് വേണ്ടി. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ അംഗീകരിച്ചില്ലെങ്കിൽ, ആരാധിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പമാണ് അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് എന്താ ഈ വെപ്രാളവും വേവലാതിയും പ്രയാസവും ബുദ്ധിമുട്ടും ആഹ്വാനവും യുദ്ധാഹ്വാനവും സ്വേർഡ്സ്? എനിക്ക് ഒട്ടും ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് കേട്ടോ ഈ അള്ളാഹുവിൻ്റെ വേവലാതി. മറ്റു ദൈവങ്ങളെ ഒരുത്തൻ ആരാധിച്ചാൽ എന്ത് ചുണ്ണാക്കും ചുക്കുമാണ് ഇയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു അള്ളാഹുവിന് ഒരാൾ ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? അങ്ങനെ സംഭവിക്കുന്ന ഒരു ദൈവമാണോ? അങ്ങനെ ദൈവം എന്തിനു കൊള്ളാം? അറബിക്കടലിൽ എറിയാൻ പോലും കൊള്ളില്ല എന്നാണ് എൻ്റെ. ഇഫ് ദേ ഡെസിസ്റ്റ് ഫ്രം ഐഡലട്രി, അവർ വിഗ്രഹാരാധന നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവർ ആക്രമിക്കരുത്. എന്ത് ബോഷ്കത്തരമാണ് ഈ പറയുന്നത്? ഇതൊക്കെ പേറിയുള്ള ഒരു ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമെന്ന് പ്രചരിപ്പിക്കുന്നതിന് തെറ്റാണ്. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ലോകത്ത് പല രാജ്യങ്ങൾക്കും പല കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ആധുനിക ലോകം പരസ്പരം സമാധാനത്തോടും സഹവർത്തിത്തോടും കൂടി ജീവിച്ച് ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ, അതാണ് ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകയാണെങ്കിൽ ഒരു 1445 വർഷത്തെ ഒരു കാട്ടറബിക്ക് തോന്നിയ തോന്നലുകൾ, സമ്മർദ്ദങ്ങൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു എന്ന ഇല്ലാക്കഥയെ ഉണ്ടാക്കിയെടുത്ത് അടിച്ചേൽപ്പിക്കാൻ തുനിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ. അധിക കാലമൊന്നും ഇതിന് നിലനിൽപ്പില്ല. ബാസിൽ അബ്ദുള്ളയൊക്കെ എന്തോ പറഞ്ഞാലും മുസ്ലിങ്ങൾ പോലും അതൊക്കെ ഇപ്പം 2:193 അനുസരിച്ച് നീ ഒരു ബോംബും വാളുമായി ഇറങ്ങൂ എന്ന് നാളെ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ചായത്തട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന ചായത്തട്ടുകാരനോടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ പറഞ്ഞു നോക്കൂ, അവൻ നിങ്ങളെ തല്ലും. എടാ, ഞാൻ സമാധാനമായി ജീവിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ? ഞാൻ അകത്ത് പോകണോ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാകണോ അല്ലേ? എൻ്റെ വീട് കത്തണമല്ലേ എന്ന് ചോദിക്കും. ഇതാണ് മതത്തിൽ മനുഷ്യനുള്ള സ്വാധീനമെങ്കിൽ
ഇല്ലാണ്ടായി പൊണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ സ്വാധീനത്തെ അരക്കുട്ടറപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയവർ ഇവർ സമൂഹ ദ്രോഹികളാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ ആവില്ല. ഈ അൺമാസ്കിംഗ് അനോമലീസ് നടത്തുന്നവർ സമൂഹ ദ്രോഹികളാണ്. ഒരു 1445 വർഷം മുമ്പത്തെ ഒരു പഴങ്കഥ, ഇല്ലാ കഥ, ചിലപ്പോൾ ഉള്ള കഥ, അത് പറിച്ചു നട്ടുകൊണ്ട് ഇവിടെ വിഷവിത്തുകൾ പാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവർ സമൂഹ ദ്രോഹികൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടമൊക്കെ 293 സൂറത്തിൽ തൗബ എന്ന് പൊടിഞ്ഞ് 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 നാശമായി തീരുമെന്നുള്ള വലിയ പ്രത്യാശയാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നതെങ്കിലും ഇത്തരം കുബുദ്ധികൾ, മനുഷ്യദ്രോഹികൾ, സാമൂഹ്യ വിരുദ്ധർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ന്യായീകരണവുമായി വന്നാൽ നമ്മൾ പറയേണ്ടതൊക്കെ പറയും, ഇനിയും പറയുന്ന മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.